നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പുതിയ ടെക്സ്റ്റൊക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിൽ PDF ഉണ്ട്, ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നോക്കട്ടെ, യൂണിറ്റ് 1 പേരെന്താണ്? മക്കളൊന്ന് നോക്കിയേ, ടെക്സ്റ്റ് ഉള്ളവരെ എല്ലാവരും ഒന്ന് നോക്കിയേ. കണ്ടോ? ദ വാംത്ത് ഓഫ് ലവ് ഉണ്ടോ? സ്നേഹത്തിൻ്റെ ആ ഒരു ചൂട്, വാംത്ത്. എന്താണ്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ്? സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം എവിടെയാണ്? ഭൂമിയാണ്. കണ്ടോ? എന്നിട്ട് തന്നിരിക്കുന്ന ചിത്രം കണ്ടോ? ഒരു മരത്തിനകത്ത് എന്തുണ്ട്? ഒരു കിളിയുടെ കൂടുണ്ട് അല്ലേ? അതിനകത്ത് കിളിക്ക് കുഞ്ഞുങ്ങളുണ്ട്. കിളി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. താഴെ നോക്ക്, മരത്തിന് താഴെ ഒരു ഫാമിലി ഉണ്ട്. അവർ കണ്ടോ പരസ്പരം സ്നേഹിക്കുന്നു. കുട്ടികൾ സന്തോഷത്തോടു കൂടി കളിക്കുന്നു. ഇവിടെ എല്ലാം സ്നേഹവും സന്തോഷവും മാത്രം നമ്മൾ കാണുന്നതല്ലേ? അപ്പോൾ എന്താണ്? സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? നമ്മുടെ ഭൂമിയാണ്. ആരാ പറഞ്ഞത്? റോബർട്ട് ഫ്രോസ്റ്റ്. ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. പോയറ്റാണ്, ഇംഗ്ലീഷ് കവിത എഴുതുന്ന ആളാണ് റോബർട്ട് ഫ്രോസ്റ്റ്. ഇനി നോക്കി, ദ ഡോർ വേ. എന്താ നൽകിയിരിക്കുന്നത്? 2 പിക്ചർ. ഒന്നാമത്തെ പിക്ചർ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ നല്ല കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മയെ നോക്കി ചിരിച്ച് സന്തോഷത്തോടെ പോകുന്നൊരു കുട്ടി. രണ്ടാമത്തതോ ആരാണ്? കരഞ്ഞ് വാശി പിടിച്ച് പോകുന്ന ഒരു കുട്ടി. എൻ്റെ മക്കൾ ഇതിൽ ഏത് കുഞ്ഞുങ്ങളാ? നല്ല മക്കളല്ലേ? എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ടാണ് സ്കൂളിൽ പോണേ അല്ലേ? ലെറ്റ് us look at the pictures above. തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയേ. 2 boys are getting ready for school. 2 കുട്ടികളും സ്കൂളിൽ ഇപ്പോൾ റെഡി ആവുകയാണ്. What is the first boy doing? ആദ്യത്തെ കുട്ടി എന്താ ചെയ്യുക? അമ്മയുടെ അടുത്ത് സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്നു. അമ്മയോട് പറഞ്ഞ്, ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പിയാണോ? യെസ്, ഹീ ഈസ് ഹാപ്പി അല്ലേ? വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കാം കാര്യം? അവൻ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നു. എന്തായിരിക്കാം കാരണം? ഒരുപാട് കാരണങ്ങളാണ്. അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരിക്കും, അവനോട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാം അല്ലേ? അമ്മ എന്ത് രീതിയായിരിക്കും? സ്നേഹത്തോടെ മോനെ സ്കൂളിൽ പോയ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉപദേശിച്ച് സ്നേഹിച്ച് വിടുന്ന കുഞ്ഞായിരിക്കും അല്ലേ? രണ്ടാമത്തത്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടിക്ക് സ്കൂളിൽ പോയി ഇഷ്ടമാണോ? ഇല്ല, കരയുക. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അമ്മ എന്താ ചെയ്യണേ? വഴക്ക് പറയുകയാണോ? ആണോ? അത് അമ്മ വിഷമിക്കുകയാണോ? എന്താ അമ്മ ചെയ്യണേ? നോക്കിയേ, അമ്മ ചിലപ്പം വഴക്ക് പറയുന്നതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ തോന്നുന്നത് എന്താണ്? അമ്മ മോൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു അമ്മ വഴക്ക് പറയുകയാണെന്ന് കേട്ടോ. അപ്പം നോക്കാം എന്താണ്. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇനി നിങ്ങളുടെ ടീച്ചർ എന്ത് പറയും? നിങ്ങളുടെ ഫസ്റ്റ് ഡേ, ടീച്ചറുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളെങ്ങനെയാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം എന്തായിരുന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്തൊക്കെ കാണിച്ചു? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എണീച്ചു, കുളിച്ചു, അമ്മയുടെ കൂടെ പാപ്പൊക്കെ തിന്നു, എന്നിട്ട് എന്ത് ചെയ്തു? സ്കൂളിൽ പോയി. ഒരു കരച്ചിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? എല്ലാവരും കരഞ്ഞവരും ഉണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ. അപ്പോൾ നമുക്കിനി ഒരു ചാപ്റ്റർ നോക്കാം. എന്താണ്? ദ കിസ്സിങ് ഹാൻഡ്. എന്താണ് കിസ്? ഉമ്മയാണല്ലേ. കിസ്സിങ് ഹാൻഡ് എന്താണ്? ഉമ്മ വച്ചിരിക്കുന്ന കൈ. അതെന്ത് കഥയാ? നോക്കാം. ആരാ എഴുതിയിരിക്കുന്നത്? ഓഡ്രി പെൻ എന്നുള്ള റൈറ്ററാണ്. ആരാണ്? ഓഡ്രി പെൻ. ഏത് രാജ്യക്കാരിയാണ്? അമേരിക്ക. ഓക്കെ. In the story, a little raccoon named Chester is hesitant about going to school. Now, let us see what happens to him. ഇനി ആരാണ് ഈ കഥയിൽ? ലിറ്റിൽ റക്കൂൺ. റക്കൂണിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാർട്ടൂൺ ക്യാരക്ടറായിട്ടൊക്കെ റക്കൂൺ വരുന്നില്ലേ? അപ്പം റക്കൂൺ പേരെന്താണ്? ചെസ്റ്റർ. എന്ത് ചെയ്യുക? സ്കൂളിപ്പോൾ മടി കാണിച്ചിരിക്കുകയാണ്. നൗ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ചുമ്മാതെ വീട്ടിലിരുത്തു അമ്മമാർ. എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക്. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിൻ്റെ പേര് ഇൻഫോ മിറർ എന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. 3rd സ്റ്റാൻഡേർഡ് തൊട്ട് 12th വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. ചില ക്ലാസ്സുകളിൽ നമ്മൾ സോഷ്യലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറക്കാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. Chester Raccoon stood at the edge of the forest and cried. എന്ത് ചെയ്യുക? ഫോറസ്റ്റിൻ്റെ അറ്റത്ത് വന്നിരുന്ന് ഇങ്ങനെ കരയുക. എന്നിട്ട് എന്ത് പറയുന്നു? I don't want to go to school. എനിക്ക് സ്കൂളിലൊന്നും പോകണ്ട. He told his mother. അമ്മയോട് പറഞ്ഞു.
ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിലിരുന്നാൽ മതി. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കൂടെയും കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലിരുന്ന് ഊഞ്ഞാലാടണം. പ്ലീസ് മേ സ്റ്റേ ഹോം വിത്ത് യു. കഷ്ടം, എന്നെ എന്ത് ചെയ്യണം, അമ്മയുടെ കൂടെ വീട്ടിൽ നിർത്തണം എന്ന് പറയുന്നു. Miss Raccoon took Chester by the hand and nuzzled his ear. മിസ് റക്കൂൺ എന്ത് ചെയ്തു? അവനെ ഇങ്ങോട്ട് വാരി എടുത്തിട്ട് ചെവിയിൽ ഇങ്ങനെ നസ്ൽ ചെയ്തു, എന്ന് വെച്ചാൽ നക്കി. എന്നിട്ട് എന്താ പറയുന്നത്? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു. ചില സമയത്ത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പോലും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഷീ ടോൾ ഹിം ജെൻറ്റ്ലി. എന്താണ്? വളരെ സാവകാശത്തിൽ മര്യാദയ്ക്ക് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്. ചിലപ്പോൾ എന്താണ് പേടിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത കാര്യം, ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാര് പറഞ്ഞു കൊടുക്കുക? അമ്മ. എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു തുടക്കമാണിത്. നോക്കിക്കോളാ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ ഇപ്പം നിങ്ങളും അങ്ങനെയല്ലേ? ആദ്യമൊക്കെ കരഞ്ഞു വിളിച്ച് സ്കൂളിൽ പോയി. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പോയി ഇഷ്ടമല്ലേ? കൂട്ടുകാരൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല ഇഷ്ടമുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്, ടോയ്സൊക്കെ ഉണ്ട്, കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടമാണ്. അതുപോലെ ആദ്യത്തെ ദിവസം നിനക്ക് ഇഷ്ടമായില്ലെങ്കിലും ഒരിക്കൽ നിനക്ക് സ്കൂൾ ഇഷ്ടമാകും. എപ്പോൾ? നീ തുടങ്ങിക്കഴിയുമ്പോൾ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അതുപോലെ നീ പുതിയ പുതിയ ടോയ്സ് വെച്ച് കളിക്കാൻ തുടങ്ങും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ തിങ്സ്. നീ ഒരുപാട് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങും. പുതിയ പുതിയ ഊഞ്ഞാലുകളിൽ നീ ഊഞ്ഞാലാടാൻ തുടങ്ങും. ബിസൈഡ്സ്, എന്നിട്ട് ഇതൊക്കെ കൂടാതെ ഷീ ആഡഡ്, അവർ കൂട്ടിച്ചേർത്ത് എന്ത് പറയുന്നു? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എന്താ പറയുന്നേ? ഇതൊക്കെ കൂടാതെ ഐ നോ, എനിക്കറിയാം, എ വണ്ടർഫുൾ സീക്രട്ട്, ഒരു ഭയങ്കര രഹസ്യം, വലിയൊരു രഹസ്യം, മനോഹരമായ രഹസ്യം എനിക്കറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം as warm and cozy as your days at home. നിൻ്റെ വീട്ടിലെ പകലുകൾ എങ്ങനെ എത്രത്തോളം മനോഹരവും നിനക്ക് എത്രത്തോളം സംരക്ഷണവും സുരക്ഷിതത്വവും സ്നേഹവും ഒക്കെ വീട്ടിൽ കിട്ടില്ലേ? പകൽ സമയങ്ങളിൽ നിനക്ക് വീട്ടിൽ ഇതൊക്കെ കിട്ടും. അതേപോലെ തന്നെ നിൻ്റെ സ്കൂളിലെ നൈറ്റിലും ഇതൊക്കെ കിട്ടുന്ന മനോഹരമായ ഒരു രഹസ്യം എനിക്കറിയാം. എന്താ അത്? ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റ്. കണ്ണീരൊക്കെ തുടച്ച് എന്താന്ന് പറഞ്ഞ് നോക്കുക. ആ സീക്രട്ട്, ഒരു രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് തരത്തിലുള്ള രഹസ്യമാ? എ വെരി ഓൾഡ് സീക്രട്ട്, ഒരുപാട് പഴയ ഒരു രഹസ്യമാണ്. സെഡ് മിസ് റക്കൂൺ. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാനിത് ആരിൽ നിന്നാണ് പഠിച്ചത്? ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ. എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്നും പഠിച്ച രഹസ്യമാണ്. ഇറ്റ് ഈസ് കോൾഡ് ദി കിസ്സിങ് ഹാൻഡ്. ഇതിനെ എന്ത് വിളിക്കും? കിസ്സിങ് ഹാൻഡ് എന്ന് വിളിക്കും. ദ കിസ്സിങ് ഹാൻഡ്. ചെസ്റ്റർ ചോദിക്കുക, കിസ്സിങ് ഹാൻഡോ? വാട്ട് ഈസ് ദാറ്റ്? എന്താ അത്? ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാം. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. എന്താണ്? മിസ് റക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ തുറന്ന് പിടിച്ചു. എന്തിനാ? വിരലുകളെല്ലാം നൂത്തിങ്ങനെ പിടിച്ചു. ലീനിങ് ഫോർവേഡ്, എന്നിട്ട് കുനിഞ്ഞ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ഈ കൈവെള്ളയുടെ നടുക്കിങ്ങനെ എന്ത് ചെയ്തു? ഉമ്മ വെച്ചു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. കൈ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ, എന്ത് ചെയ്യും? അതിങ്ങനെ ഇവിടുന്ന് ആ വെച്ച ഉമ്മ ഇങ്ങനെ ഇറങ്ങി എങ്ങോട്ടേക്ക് പോയി? ഇവിടെ നിന്ന്, ഇടത് കൈയല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നതായിട്ട് ആർക്ക് തോന്നി? ചെസ്റ്ററിന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് tingled with a special warmth.
എന്താണ് അവരുടെ മുഖത്ത് എന്തുണ്ട്? ഒരു സിൽക്കി ആയിട്ടുള്ള എന്താണ് രോമമില്ലേ, അതെന്താണ് ഒരു ബ്ലാക്ക് കളറിലുള്ള മാസ്ക് ആണെന്നാണ് പറയുന്നത്. ആ മാസ്ക് എന്ത് ചെയ്തു? ടിങ്കിൾഡ്, ഇക്ലിയായി പോയ പോലെ, വിത്ത് എ സ്പെഷ്യൽ വാംത്ത്, ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചൂടോടുകൂടി അല്ലെങ്കിൽ ഒരു തീഷ്ണതയോടുകൂടി അതിങ്ങനെ ഇക്ലിയായി വന്നതുപോലെ അങ്ങ് തോന്നി. മിസ് റക്കൂൺ സ്മൈൽഡ്, മിസ് റക്കൂൺ ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, mummy loves you, mummy loves you. നല്ല രസമുണ്ടല്ലേ? എന്താണ് മിസ് റക്കൂൺ പറയുന്നത്? ഇനി നിനക്ക് എപ്പോഴും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും, അതുപോലെ വീട്ടിലെ അമ്മയുടെ കയ്യിൽ നിന്നല്ലേ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സ്നേഹം വേണമെന്ന് തോന്നിയാലും നീ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. കവിളിലോട്ട് ഇങ്ങനെ കൈ വെച്ച്, എന്താ ഉമ്മ വെച്ച കൈ കവിളിൽ ഇങ്ങനെ വെച്ച് ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? മം ലവ്സ് യു, മം ലവ്സ് യു. അമ്മ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. And that very kiss will jump to your face and fill you with the toasty warm thoughts. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കിസ് എന്ത് ചെയ്യും? നിൻ്റെ മുഖത്തേക്ക് കൈ വെച്ചിരിക്കുന്ന ഉമ്മ എന്ത് ചെയ്യും? പെട്ടെന്ന് നിൻ്റെ കവിളിലേക്ക് വന്നിരിക്കും. എന്നിട്ട് നിന്നെ എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. നിന്നെ വളരെ സുഖകരമായ ഒരു ഓർമ്മകളിലേക്ക്, നല്ല രീതിയിലുള്ള ചൂടുള്ള സുഖമുള്ള ഓർമ്മകളിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഷി ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. ഇന്നെ കയ്യിലിങ്ങനെ ഉമ്മ വെച്ചിരിക്കുകയല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാണ്? ചെസ്റ്ററുടെ ഹാൻഡ് അമ്മ ഇങ്ങനെ ഉമ്മ വെച്ച കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആ ഉമ്മയെ ഇങ്ങനെ വിരൽ മടക്കി പൊതിഞ്ഞ് വെച്ചു. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. എന്താണ്? നീ ഇത് ലൂസ് ചെയ്യരുത്, നീ ഇത് കൊണ്ട് കളയരുത് എന്ന് പറഞ്ഞ അമ്മ അവനെ കളിയാക്കി. ബട്ട് ഡോണ്ട് വറി, പക്ഷെ പേടിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകുന്ന സമയത്ത് ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ആ സമയത്ത് കിസ് എന്ത് ചെയ്യും? ഒട്ടിയിരുന്നോളൂ. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ കിസ് ഓരിപ്പോവോ, ഒഴുകി പോവോ? ഇല്ലില്ല. ആ സമയത്ത് കിസ് അവിടെ ഒട്ടി അങ്ങ് ഇരിക്കും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ആ കൈ ആർക്കിഷ്ടമായി? ചെസ്റ്ററിന് ഇഷ്ടമായി. നൗ he knew his mother's love would go with him wherever he went, even to the school. ഇപ്പം അവൻ എന്ത് മനസ്സിലായി? അമ്മയുടെ കയ്യിൽ തന്നിരിക്കുന്ന ആ ഉമ്മ അവൻ എവിടെ പോയാലും അമ്മയുടെ ആ ഒരു സ്നേഹം, ഉമ്മയെന്ന് പറഞ്ഞ സ്നേഹമല്ലേ, ആ സ്നേഹം എന്ത് ചെയ്യും? അവൻ എവിടെ പോയാലും അവനോടൊപ്പം പോകും. ദാറ്റ് നൈറ്റ് ജസ്റ്റ് സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക് തോട്ട്ഫുൾ. അന്ന് രാത്രിയിൽ അവൻ സ്കൂളിൻ്റെ വാതിൽക്കൽ വന്നിങ്ങനെ നിന്ന് ആലോചിച്ചു. സഡൻലി ഹി ടേൺഡ് ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അമ്മയെ നോക്കി മോണകല്ല് പല്ല് കാട്ടി ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ്. അമ്മയുടെ കൈ ഇങ്ങനെ തന്നേ. ഹി ടോൾഡ് ഹർ. അവൻ അമ്മയോട് പറഞ്ഞു. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. കൈ ഇങ്ങനെ ആക്കുന്നതിനെയാണ് കൈ ഇങ്ങനെ ഫാൻ ആക്കി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ചെസ്റ്റർ എന്ത് ചെയ്തു? അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചു. ഫെമിലിയർ ഹാൻഡാണ്, അവന് പരിചയമുള്ള അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വിരലൊക്കെ ഇങ്ങനെ വിരിച്ച് വലിയൊരു ഫാൻ പോലെ ആക്കി. നെക്സ്റ്റ് ഹീ ലീൻഡ് ഫോർവേഡ്. അവൻ ഇവിടെ കുനിഞ്ഞ് വന്ന് കിസ് ദ സെൻറ്റർ ഓഫ് ദി ഹാൻഡ്. കൈയുടെ ഇവിടെ എന്ത് ചെയ്തു? ഉമ്മ വെച്ചു. നൗ യു ഹാവ് എ കിസ്ഡ് ഹാൻഡ്. ഇപ്പം അമ്മയ്ക്ക് എന്തുണ്ട്? ഒരു കിസ്സിങ് ഹാൻഡ് അമ്മയ്ക്കുണ്ട്. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. അമ്മയ്ക്കും എന്തുണ്ട്? ഒരു കിസ്സിങ് ഹാൻഡ് ഇപ്പോൾ ഉണ്ട്. ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നിട്ട് എന്തും പറഞ്ഞു? ഗുഡ് ബൈയും പറഞ്ഞു. ഐ ലവ് യു. എനിക്ക് അമ്മ ഇഷ്ടമാണ്. ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. തിരിഞ്ഞു പോവുകയാണ്, ഡാൻസ് കളിച്ച് പോവുകയല്ലേ. ആ സമയത്ത് എന്തും പറഞ്ഞാൽ പോണേ? ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞ് പോകുന്നു. മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദി സ്കൂൾ. അപ്പോൾ മരത്തിൻ്റെ സൈഡിൽ നിന്ന് എന്താ നോക്കുന്നത്? കുട്ടി ഇങ്ങനെ തുള്ളി തുള്ളി സ്കൂളിലേക്ക് പോകുന്നത് നോക്കി അവിടെ നിൽക്കുന്നു. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്. സ്കൂളിലെ ആദ്യത്തെ വർഷം, ആ വർഷത്തെ ആദ്യത്തെ ബെല്ലടിക്കുമ്പോൾ ഷി പ്രസ്ഡ് ഹർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹർ ചീക്ക് ആൻഡ് സ്മൈൽ. കുട്ടി ഉമ്മ വെച്ച കൈ ഇങ്ങനെ ചീക്കിലേക്ക് വെച്ച് എന്ത് ചെയ്യുക? അമ്മ ചിരിക്കുകയാണ്.
ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അവൻ്റെ ഉമ്മയുടെ ചൂടിങ്ങനെ അവളുടെ ഹൃദയത്തിലേക്ക് പറയാൻ പറ്റുന്നില്ല, ആ വാക്കുകളിലൂടെ എങ്ങനെ വന്നിരിക്കുകയാണ്. ചെസ്റ്റർ ലവ്സ് യു, അത് എന്ത് വേർഡ്സാ പറയുന്നത്? ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അവൻ്റെ കൈകളിലെ ഉമ്മയുടെ ചൂട് അവരുടെ കവിളിൽ വന്ന് അവരുടെ ഹൃദയത്തിലേക്ക് വന്ന് എന്തു പറയുന്നു? ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു, അതെന്ത് പാടുന്നു? ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്ററിന് അമ്മയെ ഇഷ്ടമാണ്, ചെസ്റ്ററിന് അമ്മയെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. കൊള്ളാമോ? എങ്ങനെയുണ്ട്? നല്ല കഥയാണല്ലേ? അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആ കൈ പിടിച്ച് അമ്മയുടെ കൈയുടെ നടുക്കിങ്ങനെ ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറയണം എന്താ? ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് എൻ്റെ ഉമ്മയുടെ ചൂട് അമ്മയ്ക്ക് കിട്ടും. അതെന്തു പറയും? ഐ ലവ് യു എന്ന് പറയും. എന്തു പറയും? ഐ ലവ് യു എന്ന് പറയും. അപ്പം നല്ല എളുപ്പമുള്ള പാഠമല്ലേ? ഇത്രയും എളുപ്പമുള്ള പാഠമാണോ ഈ ചേട്ടന്മാർക്ക് കിട്ടണ്ടേ? ചേട്ടന്മാരല്ലല്ലേ, കുഞ്ഞു മക്കളല്ലേ? അപ്പം നല്ല മിടുക്കനായിട്ട് പഠിക്കുക. ഇതിത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ചോദ്യോത്തരങ്ങളൊക്കെ പിറകിന് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടമായാൽ, വീഡിയോ ഇഷ്ടമായാൽ, നമ്മുടെ ചാനലിൻ്റെ പേരെന്താ? ഇൻഫോ മിറർ. അതെ, ഇൻഫോ മിറർ എന്ന നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്തേക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്താ ഞാൻ പറയുന്നത്? എന്താണ്? ഐ ലവ് യു.